അപ്പോൾ പോവാം നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കാൻ. പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് കേൾക്കുക. താഴെ ഒരു കമൻ്റ് ഇടുക. ഇവിടുത്തെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടാനാണ്. ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്കിന്ന് ടാരോദേവി അവരുടെ മനസ്സിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, സാഹചര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 8 പെൻഡക്കിളാണ് ആദ്യത്തെ കാർഡ്. കുറച്ച് ജോലി തിരക്കുണ്ട്. 4 ഓഫ് വാണ്ടാണ്. കുറച്ച് തരികടക്കുള്ള ആളാണല്ലേ. 4 ഓഫ് പെൻഡക്കിളാണ്. സ്വാർത്ഥമായ പ്രണയമാണ് നിങ്ങളോട്. കിങ് കപ്പാണ്. എപ്പോഴും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ. ഡെത്താണ്. ചില ആളുകളുടെ എൻഡായിട്ടുണ്ട്. മജിഷ്യനാണ്. അതിനൊരു മാറ്റം വരാൻ പോകുന്നു. ടവറാണ്. റീയൂണിയനാണ് പറയുന്നത്. 7 വാണ്ട്. കുറച്ച് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏകാന്തത, വിരഹം, സങ്കടം, ഇതൊക്കെയാണ് അവർ അനുഭവിക്കുന്നത്. 2 വാണ്ട്. എന്നാൽ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. വഴക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാം മാറി നിങ്ങൾ ഐക്യത്തിലേക്ക് വരുന്നു എന്ന് സണ്ണ് പറഞ്ഞു. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ നോക്കാം. കാർത്തിക, ഉത്രം, ഉത്രാടം, അത്തം, രോഹിണി, തിരുവോണം, ഭരണി, പൂരം, പൂരാടം. ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത്. 4 2 തവണ വന്നിട്ടുണ്ട്. 5 വന്നിട്ടുണ്ട്. 13 വന്നിട്ടുണ്ട്. 7 8 വന്നിട്ടുണ്ട്. 19 വന്നിട്ടുണ്ട്. 16 വന്നിട്ടുണ്ട്. 5 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ കേട്ടോ. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. 8 വന്നു അല്ലേ. 8ൻ്റെ പകുതി എന്താണ്? 4 2 തവണ വന്നിട്ടുണ്ട് അല്ലേ. അതിനർത്ഥം അമ്മ വീടുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രണയത്തിൽ അവരുടെ വീട്ടുകാരെ, അവരുടെ അമ്മ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടാവും. അതും അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാവാം. അതും പറയാം. വിവാഹം കഴിഞ്ഞ അമ്മയായി ഭർത്താവുമായി വേർപിരിയുക, ഭർത്താവ് മരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ലേഡിയെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഈ 4 എന്ന നമ്പർ 2 തവണ വരാം. 4ാം ഭാവമാണ്. അമ്മ വീടാണ്. മാതൃസ്ഥാനമാണ്. അമ്മയ്ക്ക് രോഗങ്ങളും ഉണ്ടാവാം. അപ്പം ഈ കാണുന്നവരുടെ ആരുടെയെങ്കിലും അമ്മയ്ക്ക് അസുഖമൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നതുമാവാം നിങ്ങളുടെ പങ്കാളി. ആശുപത്രിയിലൊക്കെ ആവാം. അപ്പം ഇതിലേതാണ് നിങ്ങളുടെ സാഹചര്യം അതുപോലെ എടുക്കുക കേട്ടോ. 4 2 തവണ വന്നതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇനി 8ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ ക്രോണിസ് വന്നിട്ടുണ്ട്, പെസഡോൺ വന്നിട്ടുണ്ട്. ഈ 2 ആൾക്കാരും നിങ്ങൾക്ക് നല്ലതല്ലാത്ത അനുഭവങ്ങൾ തരുന്നതാണ്. ഒരാൾ ദുഃഖിപ്പിക്കുന്ന ആളാണെങ്കിൽ മറ്റേയാൾ സംശയത്തിൻ്റെ വിഷം നിറയ്ക്കുന്ന ആളാണ്. സാഹചര്യങ്ങളെ എങ്ങനെ തെന്നി വഴുതി മാറ്റിക്കൊണ്ടു പോകുന്ന ഒരാളാണ്. അപ്പം ഇതിലേതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയൂ. നിങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര സ്നേഹമാണ്. എന്നാൽ നിങ്ങൾക്ക് ഒന്നിച്ചു കഴിയാൻ പറ്റാത്തതാണോ, അല്ലെങ്കിൽ പങ്കാളി ഇങ്ങനെ വഴുതി നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സ്വഭാവമാണോ, പിടിതരില്ല, എപ്പോഴും ഇങ്ങനെ നിങ്ങളെ മോഹിപ്പിച്ച് കടന്നു കളയുന്നൊരു സ്വഭാവമാണോ, ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരുപക്ഷെ ആശയൊക്കെ തന്നിട്ടുണ്ടാവും, ആദ്യം വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. എന്നാൽ കാര്യത്തോട് അടുക്കുമ്പോൾ അവരൊരു തരം പെരുമാറ്റത്തിലേക്ക് അങ്ങ് മാറുക. നിങ്ങൾക്ക് പിടിതരില്ല, കാര്യം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളോട് തുറന്നു പറയില്ല. എന്നാൽ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാവുക. ഇതാണ് പെസഡോൺ തരുന്നത്. എന്നാൽ ക്രോണിസ് അതല്ല. 2 പേർക്കും നല്ല സ്നേഹമുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ ഒന്നിക്കാൻ സമ്മതിക്കില്ല. അത് ദുഃഖമായി മാറുക. അപ്പം ഈ 2 അവസ്ഥയിൽ ഏതോ ഒന്നാണ് എന്നാണ് ആദ്യത്തെ 2 കാർഡ് പറയുന്നത്. 8 എന്ന നമ്പർ ഞാൻ പറയാറുണ്ട് അല്ലേ. കണ്ണൻ കൂടുണ്ട്, അനുഗ്രഹമുണ്ട്. ഇനി ക്രോണിസ് ആണെങ്കിൽ ഒന്ന് ഡൗൺ ആയിട്ട് വീണ്ടും ഉയർത്തി കൊണ്ടുവരും. നിങ്ങളെ അങ്ങേയറ്റം പരീക്ഷിക്കും. ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ പാതാളം വരെ പോകുന്നതാണ് കാണിക്കുന്നത്. അത്രയ്ക്ക് നിങ്ങളെ തളർത്തും. എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ പോലും ആലോചിക്കാതിരിക്കുമ്പോൾ ഒരു സമയം വരുമ്പോൾ ഈ പ്രണയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു മിറാക്കിൾ സംഭവിപ്പിക്കും. അതാണ് ക്രോണിസിൻ്റെ ഒരു സ്വഭാവം. എന്നാൽ പെസഡോൺ അങ്ങനെയല്ല, നിങ്ങൾക്ക് തരികയില്ല. അങ്ങനെ നിങ്ങളെ മോഹിപ്പിച്ച് മാരീചിൻ്റെ പോലെ പുറകേ നടത്തിക്കും. അവസാന നിമിഷം ഇത് വിഷമാണെന്നും തിരിച്ചറിയുന്ന നിമിഷം അവർ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പം ഈ 2 അവസ്ഥയും ഇവിടെ പറയാതെ വയ്യ. അവർ ഡ്രാമ കളിക്കുന്നു എന്നാണ് 4 വാണ്ട് പറയുന്നത് എങ്കിൽ അവർക്ക് ജോലി തിരക്ക് അഭിനയിക്കുകയാണ് എന്നാണ് 8 പെൻഡക്കൾ പറയുന്നത്.
നിങ്ങൾ വിളിക്കുമ്പോൾ ഒന്നും അവർ നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല. ഒന്നുകിൽ ഫോൺ ഓഫാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് നിങ്ങളെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്ന കാര്യം എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ പറയുന്നത് എനിക്ക് തിരക്കാണ്, ജോലിയിൽ തിരക്കാണ്, നിനക്കത് മനസ്സിലാവില്ലേ, എനിക്ക് തിരക്കുള്ളതും എൻ്റെ ചുറ്റിനും ആളുകൾ ഉള്ളതും നിനക്കറിയില്ലേ. ഓഫീസിലേക്കൊക്കെ ആവും നിങ്ങൾ വിളിക്കുന്നുണ്ടാവും അല്ലേ. അവരെ കിട്ടുകയില്ല. അവർ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുന്ന കാർഡുകൾ തന്നെയാണ് ആദ്യത്തെ രണ്ടും. 8 പെൻഡക്കളും ഡ്രാമ കളിക്കുകയാണ്, 4 വാണ്ടും ഡ്രാമ കളിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പെസഡോണിനെ ഇവിടെ കൊണ്ടുവരാൻ കാരണം. അത് നിങ്ങളെ മോഹിപ്പിച്ച് ഇങ്ങനെ കടന്നു കളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നെ കാണിക്കുന്നത്. എന്നാൽ ഇല്ല എന്നും പറയില്ല. നിന്നെ എനിക്ക് വേണ്ടാതെ അയാൾ തുറന്ന് പറയില്ല, നിന്നെ എനിക്ക് വേണമെന്നും പറയില്ല. അപ്പം നിങ്ങൾ ആദ്യം അവർ തന്നിട്ടുള്ള വാഗ്ദാനത്തിൽ, അതിൻ്റെ ഓർമ്മകളിൽ ഇവരെങ്ങനെ ഫോളോ ചെയ്യുകയാണ്. അത് വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ. വേണമെന്നും പറയില്ല, വേണ്ടാന്നും പറയില്ല. നമുക്ക് രണ്ടിനും ആവില്ല. നമ്മൾ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അവരുടെ ഒരു വാക്കിന് വേണ്ടി നിങ്ങളിങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പറയുന്നു ജോലി തിരക്ക് അഭിനയിക്കുകയാണെന്ന്, രണ്ടാമത് പറയുന്നു നിങ്ങളെ ഇങ്ങനെ മോഹിപ്പിച്ച് മാരീജൻ്റെ പോലെ പിന്നാലെ നടത്തുകയാണെന്ന്. അതിൻ്റെ തനിനിറം അറിയണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ പുറകെ പോകേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കുറ്റമായിട്ട് പറയുന്നത് 4 ഓഫ് പെൻഡക്കിളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയോ, അതിൻ്റെ കാരണമാണ് 4 ഓഫ് പെൻഡക്കിൾ പറയുന്നത്. നിങ്ങളുമായിട്ട് അവർ പ്രണയത്തിലായി, ബന്ധം ഏതുമാവാം, വിവാഹേതര ബന്ധമാവാം, വിവാഹം കഴിക്കണം പറഞ്ഞിട്ടുള്ള ബന്ധമാവാം, അല്ലെങ്കിൽ ദമ്പതികൾ തന്നെയാവാം. നിങ്ങൾക്കൊരു വാക്ക് തന്നു, നിങ്ങളെ പ്രണയിച്ച് തുടങ്ങിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, അവരെ അങ്ങ് വരിഞ്ഞു മുറുക്കാൻ തുടങ്ങും. ഇവിടെ പെസഡോണിനെ കൊണ്ടുവരാൻ കാരണം അതാണ്. പെസഡോൺ എന്ന് പറഞ്ഞാൽ സർപ്പമാണല്ലേ. സർപ്പം ഒരാളെ ചുറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക ആലോചിച്ച് നോക്കൂ. ഓരോരോ അവയവങ്ങളായിട്ട് എല്ല് പൊടിക്കും എന്നാ പറയുക. പാമ്പിൻ്റെ കഴിവ് അസാരാണ്. അതാണ് ഒരു മാർഗമുള്ളൂ. അത് പിടിച്ച ഏത് ജീവി, മനുഷ്യനാവട്ടെ മറ്റ് മൃഗങ്ങളാവട്ടെ, വരിഞ്ഞു മുറുക്കിയിട്ട് എല്ല് വെള്ളാക്കുത്ര. അതിന് ശക്തി ഉണ്ടാവുന്ന അത്രയ്ക്ക് ശക്തിയാണെന്ന്. അങ്ങനെ എല്ല് വെള്ളാക്കി കഴിയുമ്പോഴാണ് ഈ ഇര അത് വിഴുങ്ങുന്നത് എന്നാണ് പറയുന്നത്. പെരുമ്പാമ്പ്, സാധാരണ പാമ്പുകളാണെങ്കിൽ വരിഞ്ഞു മുറുക്കിയിട്ട് നമ്മളെ കടിക്കും, നമ്മളെ അങ്ങ് കൊന്നു കളയും. ഇത് രണ്ടവസ്ഥയായാലും എന്താണ്, അതുപോലെയാണ് 4 ഓഫ് പെൻഡക്കിൾ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. നിങ്ങളെ അവർ പ്രണയിക്കുന്നു എന്നൊരു തെറ്റ് ചെയ്തതോടുകൂടി ഈ പെരുമ്പാമ്പ് ചുറ്റി വരിയുന്ന കണക്കാണ്. പിന്നെ അതിനകത്ത് അവർ പെട്ടുപോയി, പിന്നെ എല്ല് വെള്ളാക്കുകയായി. നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. എനിക്ക് പ്രപഞ്ചമാണ് ഈ മെസ്സേജുകൾ തരുന്നത്. നിങ്ങളെ അവർ ഒഴിവാക്കിയിട്ട് നാടകം കളിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് നിങ്ങൾ സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ട് അവരെ കൊന്നുകളയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നും ഞാൻ പറയുന്നുണ്ട്, ഒരാൾക്ക് അവരുടെ സ്പേസ് കൊടുക്കാത്ത സ്നേഹം നിലനിൽക്കില്ല. അവരതിൽ നിന്ന് ഊരിപ്പോവും. അവരെ ചോദ്യം ചെയ്യുക, ആരുമായിട്ട് സംസാരിക്കാൻ അയക്കാതിരിക്കുക, പൊസസീവായി പ്രണയിക്കുക, ഭയങ്കരമായി കൺട്രോൾ ചെയ്യുക. സ്നേഹിക്കാൻ തുടങ്ങിയ പിന്നെ എന്താണെന്നറിയോ, എല്ലാ അവകാശവും എഴുതി തന്ന പോലെ പെരുമാറും ചില ആളുകൾ. സ്ത്രീകളുമാവാം പുരുഷന്മാരുമാവാം. അത് പങ്കാളിക്ക് ഇഷ്ടാവില്ല. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ. എല്ലാ റീഡിങ്ങിലും ഞാൻ പറയുന്നുണ്ട്, ഒരു സ്പേസ് കൊടുക്കൂ. അവർ വേറൊരു വ്യക്തിയാണ്, വേറൊരു സാഹചര്യത്തിലാണ് അവർ വളർന്നിരിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത്, സ്വപ്നം കാണുന്നത് ഇതുപോലുള്ളൊരു പങ്കാളിയല്ല. നിങ്ങളെ ബാഹ്യമായി അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും രൂപം, എന്നാൽ അടുത്ത് കഴിയുമ്പോഴാണ് നിങ്ങളിങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നവരാണ് എന്നവർക്ക് മനസ്സിലാവുന്നത്. അതോടുകൂടി അവർ ഇതിൽ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങും അല്ലേ, പലായനം ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ കാരണം കുറവായിട്ട് പറയുന്നത് നിങ്ങളുടെ അമിതമായ കൺട്രോൾ ചെയ്യലാണ് എന്നാണ്. അങ്ങനെ അമിതമായി കൺട്രോൾ ചെയ്യുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കും. അതാണ് ഇവിടെ ആദ്യത്തെ 3 കാർഡ് പറയുന്നത്. 8 പെൻഡക്കിൾ പറഞ്ഞു അവർ ജോലി തിരക്കാണെന്ന് അഭിനയിക്കുകയാണ്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെയും നിങ്ങൾ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവർ തടിയൂരിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് 4 വാണ്ടാണ്, ഡ്രാമ കളിക്കുകയാണ്. അവർക്ക് ഒഴിവുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കുമെങ്കിലും അവരെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്.
അതിന് കാരണം നിങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണമാണ് നിങ്ങൾ അമിതമായി അവരെ സ്നേഹിക്കുന്നു, കൊല്ലുന്ന സ്നേഹമാണ്, ഭയങ്കരമായ അസൂയയാണ് നിങ്ങൾക്ക് അവരോട്, ഭ്രാന്തമായ പ്രണയമാണ്, പ്രണയം ഭ്രാന്തായി മാറിയിരിക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം, ഇതാണ് അവർ ചിന്തിക്കുന്നത്. ഇത് നിങ്ങളുടെ തെറ്റാണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് മറ്റെവിടുന്നെങ്കിലുമൊക്കെ എന്തൊക്കെയോ ഒരു കുറവുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാല്യകാലത്തെ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത്ര സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം എന്തോ ഒരു കുറവുണ്ടാവുമ്പോഴാണ് ഇങ്ങനെ വികലമായ മനസ്സുള്ള ആൾക്കാരുണ്ടാവുന്നത്. വികലമായ മനസ്സാണത്. യഥാർത്ഥത്തിൽ പങ്കാളിയെ നിങ്ങൾ സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെയല്ല പെരുമാറുക. 4 ഓഫ് പെൻറ്റക്കിൾ വരാൻ പാടില്ല. അത് നിങ്ങളുടെ നെഗറ്റീവായ സ്നേഹത്തിനെയാണ് കാണിക്കുന്നത്. ഇതിനാണ് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കൂ എന്ന് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്കിവിടെ ഒരു കൗൺസിലിങ്ങും ഒരു മെഡിസിനും ആവശ്യമാണ്. ചില ആളുകളെങ്കിലും ഈ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പങ്കാളിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. സാധാരണയിൽ കവിഞ്ഞ സ്നേഹം അവർ അംഗീകരിക്കില്ല. അവർക്കറിയാലോ, ഇന്നത്തെ യുവാക്കൾക്കറിയാം എങ്ങനെ സ്നേഹിക്കുന്നതെന്നൊക്കെ. അവർക്ക് ഭാവനയിലുണ്ടാവും, ചുറ്റും കാണുന്നുണ്ടാവും, അവരുടെ സുഹൃത്തുക്കൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ടാവും അവരുടെ പ്രണയത്തിൻ്റെ അനുഭവങ്ങൾ. ഇതിൽ നിന്ന് വിചിത്രമാവുമ്പോഴാണ് അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. പെരുമ്പാമ്പിൻ്റെ കയ്യിൽ പോയി പെട്ട പോലെയാണ് പിന്നെ അവരുടെ അവസ്ഥ. അങ്ങനെ വിഴുങ്ങിക്കളയുമോ എന്ന പേടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വിഴുങ്ങുന്ന സ്നേഹവുമായിട്ട് പിറകെ നടക്കാതിരിക്കുക. അവരെ ശ്വാസം വിട്ട് മറ്റുള്ളവരുമായി സ്നേഹത്തിൽ കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പങ്കുവയ്ക്കേണ്ട ഒന്നാണ് പ്രണയം എന്ന് പറയുന്നത്. അത് 4 ഓഫ് പെൻറ്റക്കിളാണ് പറയുന്നത്. ഇനി അടുത്ത കാർഡ് കിങ് കപ്പാണല്ലേ. അയാളെ കയ്യിലിങ്ങനെ സ്നേഹം വെച്ചിരുന്നു, നിങ്ങൾക്ക് തരണോ വേണ്ടേന്ന് പറഞ്ഞിട്ട്. ഇപ്പം അയാൾ തീരുമാനിച്ചു തരുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞില്ലേ, അയാൾ പലായനം ചെയ്തു തുടങ്ങി. അതിന് കാരണം നിങ്ങളുടെ സ്നേഹം തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. എൻ്റെ അടുത്ത് പ്രൈവറ്റ് റീഡിങ്ങിന് വരുന്നവരുടെ ചില ചോദ്യങ്ങളിൽ നിന്നും ചില തെറ്റിദ്ധാരണകളിൽ നിന്നും കുറേ കാര്യങ്ങൾ അനുഭവത്തിൽ തന്നെ ഉണ്ട്, മറ്റുള്ളവർ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ കണ്ടെത്തിയത്, ചില ആളുകൾക്ക് മറ്റുള്ളവരൊന്ന് ചിരിച്ച് കാണിച്ചാൽ മതി. 2 or 3 വട്ടം ഒരു സ്ത്രീ ഒരു പുരുഷനോട് ചിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ ചിരിക്കുക, ഇതോടുകൂടി ഇവർ വിചാരിക്കുന്നത് ഇവരോട് പ്രണയാണെന്നാണ്. അപ്പം നമ്മൾക്ക് മറ്റൊരാളോട് സൗഹൃദം കാണിക്കാനുള്ള ഏക മാർഗം ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടതോടുകൂടി അപ്പുറത്തിരിക്കുന്ന ആളങ്ങ് വിചാരിക്കുകയാണ് ഇയാൾക്ക് പ്രണയാണെന്ന്. പിന്നെ ഇയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായി, ഇവർ ചിരിച്ച തന്നെ ഓർക്കുകയായി, പ്രണയാണെന്ന് അങ്ങ് ധരിക്കുകയായി. പിന്നെ നമ്മുടെ അടുത്ത് റീഡിങ്ങിന് വരികയായി. അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഞങ്ങൾ മുജ്ജന്മ ബന്ധാണോ, ഇവരെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഇതുപോലെ ബാല മനസ്സുള്ള ചില ആളുകളുണ്ട്. ഇതൊക്കെ നിഷ്കളങ്കമായ ആൾക്കാരാണ്. ഇത്തിരി ബോൾഡായ ആൾക്കാരെ ഒരാൾക്ക് ഒരു പ്രണയത്തിൽ വീഴ്ത്താൻ പറ്റില്ല. അപ്പം ഞാൻ പറയാം, എന്നെ ആർക്കും പ്രണയത്തിൽ വീഴ്ത്താൻ പറ്റില്ല. കാരണം ഞാൻ ഇത്തിരി ബോൾഡായ ആൾ തന്നെയാണ്. അതുപോലെ മനസ്സിന് നല്ല ധൈര്യമുള്ള ഒരാളെ ദൗർബല്യങ്ങളിൽ കീഴടക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. അതുപോലെ ഇരിക്കണം നിങ്ങൾക്ക് വേണ്ട പങ്കാളി എല്ലാ തരത്തിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം തന്നെ നിങ്ങളെ മനസ്സിലാക്കി തരും. അല്ലാതെ ഒരാൾ ചിരിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സ് തരാതെ ഇത്തിരി താല്പര്യം കാണിക്കുമ്പോഴേക്കും നിങ്ങൾ അവരെ അങ്ങ് കയറിട്ട് വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ പ്രണയത്തിലെ മാനസിക രോഗമാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിങ് തീരുമാനിച്ചു ഈ സ്നേഹം അവർക്ക് കൊടുത്താൽ പറ്റില്ല, അപകടമാണെന്ന്. ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാവും. അപ്പം ഭസ്മാസുരന് വരം കൊടുത്ത ശിവൻ, ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ ആരുടെങ്കിലും ശിരസിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ ഭസ്മമായി പോകണമെന്നാണ് വരം കൊടുത്തിരിക്കുന്നത്. ഈ വരം കിട്ടിയോടുകൂടി ഇവൻ ശിവൻ്റെ തലയിൽ തന്നെയാണ് തൊടാൻ പോകുന്നത്. അതുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വരം തരാനാണ് അവർ, അല്ലെങ്കിൽ ഒരു പ്രണയം തരാൻ അവർ ശ്രമിച്ചുവെങ്കിൽ അവരെ അങ്ങ് വിഴുങ്ങാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കുറവ് മനസ്സിലായോ? അമിതമായി സ്നേഹിക്കുക, അമിതമായി ചോദ്യം ചെയ്യുക, അമിതമായി കൺട്രോൾ ചെയ്യുക, ഇനി അവർക്കൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന മാനസിക പ്രശ്നങ്ങളാണ്. നിങ്ങൾ കാണുന്നത് കൊച്ചുകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു കളിപ്പാട്ടത്തിൻ്റെ പോലെയാണ് അവർ. അത് നെഞ്ചോട് ചേർത്ത് തവിട് പൊടിയാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ഒരു ഉദാഹരണം പറയാം. കൂടെ ഇവിടെ എന്നൊരു സിനിമയുണ്ട്, പത്മരാജൻ്റെയാണ്. അത് ഈ പൊസസീവായ പ്രണയത്തിനെയാണ് കാണിക്കുന്നത്. മമ്മൂട്ടി സുഹാസിനി അഭിനയിച്ചതാണ്. കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൽ മമ്മൂട്ടിയുടെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ അഭിനയിച്ച് തകർക്കുന്നത്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾ തരുന്നത്
മെസ്സേജാണ് ഇത്. പിന്നെ അവനവനെ അങ്ങ് നശിപ്പിക്കാൻ തോന്നുക, അല്ലെങ്കിൽ അവർക്ക് ആരോടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ അങ്ങ് നശിപ്പിക്കാൻ തോന്നുക, ഇങ്ങനെയുള്ള ഓരോരോ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുക. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെയാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും മരുന്നും കഴിക്കേണ്ടി വരും. ഇതൊക്കെ ഈ സമയത്തുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജ് തന്നെയാണ്. ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് കേട്ടോ. മനസ്സിലാക്കുക. അതിനെയാണ് 4 ഓഫ് പെൻറ്റക്കിൾ പറഞ്ഞ് അതോടുകൂടി അവർ അകന്നു പോകും. ഇനി അവർ തരാമെന്ന് വിചാരിച്ച് കയ്യിൽ കരുതിയ കപ്പ് അത് അങ്ങനെ തന്നെ പിടിച്ചിരിക്കുക, തരുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇനി 5 സോഡ്സ് ആണ്. അതോടുകൂടി നിങ്ങൾക്ക് അവരുടെ മാറ്റം മനസ്സിലായി. ആദ്യം പെരുമാറിയിരുന്ന ആളല്ല, പല കാര്യങ്ങളിലും അയാൾ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതോടുകൂടി നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അവർ ഫോൺ എടുത്താൽ നിങ്ങൾ വഴക്കിന് പോകാൻ തുടങ്ങി. അപ്പം ഈ രാജാവ് മുഴുവനായിട്ട് തീരുമാനിച്ചു, ഇനി ഈ കപ്പ് കൊടുത്താൽ ശരിയാവില്ല, എനിക്ക് വേറെ ആളെ നോക്കുന്നതാവും നല്ലത്, ഇവിടുന്ന് രക്ഷപ്പെട്ടോടാ തോമസ് കുട്ടി എന്നും പറഞ്ഞ് അവരങ്ങ് പലായനം ചെയ്തു. ഇനി വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. അപ്പോൾ ചീത്ത സ്വഭാവമുള്ളതെല്ലാം ഉപേക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ പോസസീവായ പ്രണയമാണ് വില്ലനായി വന്നിരിക്കുന്നത്. അതോടുകൂടി അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഡെത്താണല്ലോ, മരണം. പ്രണയത്തിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുകയായി. ഇത് വേണ്ട, ഇത് ബ്ലോക്ക് ചെയ്യണം നല്ലത്, ഇനി അവരുടെ കൺവെട്ടത്ത് പോകണ്ട എന്നൊക്കെ നിങ്ങളുടെ പങ്കാളി തീരുമാനിക്കുകയാണ്. ആദ്യം മുതലേ ഉണ്ട് സംശയം, നിങ്ങൾക്ക് സാധാരണയിൽ കവിഞ്ഞ് എന്തോ ഒരു പെരുമാറ്റ വ്യത്യാസമുണ്ടെന്ന്. അടുത്ത കാർഡ് മജിഷ്യനാണ്. പുതിയ പ്രണയത്തിലേക്ക് അവർ പോയി എന്നാണ് പറയുന്നത്. ആദ്യം തുടങ്ങിയത് 8 പെൻറ്റക്കിളിലാണ് അല്ലേ, അത് വരാനുള്ള സാഹചര്യം 4 ഓഫ് പെൻറ്റക്കിൾ പറഞ്ഞു. ഇനി തരണോ വേണ്ടേന്ന് ആലോചിച്ചിരിക്കുന്നു എന്ന് കിങ് കപ്പ് പറഞ്ഞു. പെസഡോണാണ് വന്നത് അല്ലേ, വരിഞ്ഞു മുറുക്കുന്ന പെരുമ്പാമ്പ്. അത് നിങ്ങളുടെ പ്രണയമാണ്. അതവർക്ക് അങ്ങനെ തോന്നി. അത് തോന്നിപ്പിക്കാൻ കാരണം നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുള്ള വിളി, അമിതമായ ചോദ്യം ചെയ്യൽ, അമിതമായ വഴക്കടിക്കൽ, അമിതമായ സ്നേഹം. അപ്പം അതാണ് ഞാൻ പറയുന്നത്, അതിദാനാദ് ഹതക്കർണ, അതിലോപാത് സുയോധന, അതികാമാത് ദശഗ്രീവ, അതി സർവത്ര വർജയേത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമിതമായ ദാനം കൊണ്ട് കർണൻ നശിച്ചു, അമിതമായ ദുരാഗ്രഹം കൊണ്ട് ദുര്യോധനൻ നശിച്ചു, അമിതമായ കാമം കൊണ്ട് രാവണൻ നശിച്ചു. അമിതമായതെല്ലാം നിങ്ങൾ മാറ്റി വയ്ക്കൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളും നശിക്കും. അപ്പോൾ ഇവിടെ അമിതമായ പ്രണയം ഉള്ള ആൾക്കാരെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. മജിഷ്യനിലേക്ക് വന്നപ്പോഴേക്കും അവർ ഹെർമിസിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. കള്ളന്മാരുടെയും ചൂതുകളിക്കാരുടെയും രാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നേതാവ്. അപ്പോൾ കള്ളന്മാരുടെ ഭാഗം പറയും, ചൂതുകളിക്കാരുടെ ഭാഗം പറയില്ലേ, അതുപോലെ ഇതിനൊരർത്ഥമേ ഉള്ളൂ പ്രണയത്തിൽ, മാറ്റി പറയുമെന്നാണ്. ആദ്യം നിങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ ആള് നിങ്ങളുടെ തന്നെ മോശം പെരുമാറ്റം കൊണ്ട്, ഇത് തന്നെ പറയാം, അമിതമായ സ്നേഹം എന്ന് പറഞ്ഞാൽ മോശം പെരുമാറ്റമാണ്. അതുകൊണ്ട് അവർ മറ്റൊന്നിലേക്ക് പോയി എന്ന് പറയുന്നത്. ഇനി എന്നെ ആരും ഒന്നും പറയണ്ട, ഇവിടെ കണ്ട കാർഡുകളുടെ ബലമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവർ മറ്റൊരു പ്രണയം തിരഞ്ഞെടുത്തു. അവിവാഹിതരാണെങ്കിൽ, ഭാര്യയും ഭർത്താവാണെങ്കിലും സഹിക്കാൻ പറ്റില്ല, അവരും കോടതി മുഖാന്തിരം വേർപിരിയും. മനസ്സിലാക്കുക, പങ്കാളികൾ 1 മാസം ഒന്നിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഇവരുടെ ഈ പെരുമ്പാമ്പിൻ്റെ സ്വഭാവം മനസ്സിലായത്. ചുറ്റി വരികയാണ്, ഒന്നിനും സ്വാതന്ത്ര്യം തരുന്നില്ല, അവരങ്ങനെ വിഴുങ്ങുകയാണ് അല്ലേ. ഇപ്പം മനസ്സിലായോ നിങ്ങളുടെ സ്നേഹം ഏത് തരാണെന്ന്. അങ്ങനെ അമിതമായ സ്നേഹം സഹിക്കാൻ വയ്യാണ്ട് ഭാര്യയോ ഭർത്താവോ കേസ് കൊടുക്കുകയാണ്, എനിക്കിനി ഇവരുടെ കൂടെ ജീവിക്കാൻ വയ്യ. കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോവുകയാണ്, ന്യൂ ലവ്. അതാണ് മജിഷ്യൻ പറയുന്നത്. അങ്ങനെ അവർ മറ്റൊരു പ്രണയത്തിലേക്ക് പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ തരികട കാണിച്ചു ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്. വേണമെന്നും വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അത് അവരുടെ തെറ്റ്. എന്നാൽ അമിതമായി സ്നേഹിക്കുന്നത് നിങ്ങളുടെയും തെറ്റ്. അപ്പോൾ 2 ഭാഗത്ത് തെറ്റുണ്ട്. ഇനി വന്നിരിക്കുന്നു ടവർ. ആകാശഗോപുരമൊക്കെ തകർന്നടിഞ്ഞ് താഴത്തേക്ക് വീണു അല്ലേ, അല്ലെങ്കിൽ കത്തി അമർന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെത്ത് വന്നപ്പോഴേ മനസ്സിലായി പ്രണയത്തിൻ്റെ മരണമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സഹിക്കാൻ അവർക്ക് താല്പര്യമില്ല, സഹിക്കേണ്ടി വരികയാണ്. അപ്പം പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പൂ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് നിർവചിക്കാനാവാത്തൊരു ആനന്ദം തരുന്ന ഒരു വികാരമാണ് അല്ലേ. ഇവിടെ ആനന്ദമല്ല, പീഡനം വന്നു, മരണം വന്നു. അപ്പോൾ ഒരു പങ്കാളിയെ പീഡിപ്പിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ചില ആളുകൾ പ്രണയത്തിനെ കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ വരാറുണ്ട് റീഡിങ്ങിന്.
ഒരാൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്. അയാൾക്ക് 2-3 റീഡിങ് എടുത്തു കൊടുത്തപ്പോൾ തന്നെ ഞാൻ അയാളെ ഒഴിവാക്കി, ബ്ലോക്ക് ചെയ്തു. അയാൾക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ, എന്നോട് സ്നേഹമുണ്ടോയെന്നല്ല അവർ ചോദിക്കാറ്, എനിക്ക് ഒരിക്കലെങ്കിലും അവരുമായിട്ട് ഫിസിക്കൽ ബന്ധം വേണമെന്നാണ് ഇയാൾ എന്നോട് ചോദിക്കാറ് റീഡിങ്ങിന് വന്നിട്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സഹിക്കുമോ? അവർക്കുള്ള താല്പര്യം ഫിസിക്കൽ ബന്ധം മാത്രമാണെന്ന് ഈ പ്രണയിക്കാൻ തുടങ്ങിയ പെൺകുട്ടി മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു പുരുഷനാണ് വരുന്നത് കേട്ടോ. അത് മനസ്സിലാക്കിയപ്പോൾ അവൾ ബുദ്ധിമതിയാണ്, മെല്ലെ അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇയാൾക്ക് പ്രണയമല്ല ഫ്ലർട്ടാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒഴിഞ്ഞു മാറി. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് രണ്ടും കൂടി ചേർന്നത് തന്നെയാണ് ജീവിതം. പക്ഷെ ഞാൻ എന്നും പറയുന്നത് പോലെ ഒരാൾക്ക് ഒരാളെ ഇണയാവണം, അവരുമായിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടൂ എന്ന് പ്രപഞ്ചം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കയറി എല്ലാവരുമായിട്ട് ഫിസിക്കൽ ബന്ധം ഉണ്ടായാൽ വലിയ വലിയ ആപത്ത് നിങ്ങൾക്ക് വഴിയേ വരും. പലതവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ചൊവ്വ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നത് ഒരാൾക്ക് ഒരാളുമായി ഫിസിക്കൽ ബന്ധം പാടുമോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞ് അവർക്കൊരു സന്താനം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഒരു മനുഷ്യനും ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ജാതകത്തിലൂടെ നോക്കുന്നത്. എന്നിട്ടാണ് അത് ചേരുമോ, അവർ വിവാഹം ചെയ്യാൻ പാടുമോ എന്നുള്ളത് നോക്കുന്നത്. അങ്ങനെയുള്ള ഈ ജ്യോതിഷം പറയുന്ന ആളുടെ അടുത്താണ് വന്ന് ചോദിക്കുന്നത്, എനിക്ക് അവരുമായി ഫിസിക്കൽ ബന്ധം വേണം എന്ന്. അപ്പം അവർ കാശടച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചോദ്യമാണെങ്കിലും പറഞ്ഞു കൊടുക്കൂലേ. അപ്പം എൻ്റെ റീഡിങ്ങിൽ ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക് ഒരു ഫീസും കേരളത്തിലുള്ളവർക്ക് വേറൊരു ഫീസുമാണ്. കാരണം ഇവിടെ ഉള്ള പാവങ്ങൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇത്തിരി ഇളവ് കൊടുത്തിരിക്കുന്നത്. ഈ ഇളവ് കൊടുത്ത തുകയാണ് അയാൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ മനസ്സിലായി ഇത് പുറത്തുനിന്ന് വരുന്ന പണമാണെന്ന്. അതോടുകൂടി ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളൊക്കെ എന്നെ ചെയ്യുന്നത്? പറഞ്ഞു വന്നത്, ഒരു ജ്യോതിഷം നോക്കാൻ വരുന്ന ആളോട് പോലും ഇത്രയും പറ്റിപ്പ് നടത്തുന്ന അയാൾ ഒരു ഫിസിക്കൽ ബന്ധത്തിന് ആഗ്രഹിക്കുന്ന ആ ലേഡി എത്രമാത്രം പറ്റിക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവരുടെയൊക്കെ കയ്യിൽ പോയി പെടുമ്പോഴാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുക, ക്യാമറ വയ്ക്കുക, അഥവാ അങ്ങനെ ഒരു ഇരയായിട്ടുണ്ടെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ പീഡിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ഇത്തരം മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ്. ഏത് കാര്യത്തിനും ഒരു സത്യസന്ധത വേണം ആളുകൾക്ക്, അല്ലേ? അതില്ലാത്തവരുടെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അവർ മാറിപ്പോയി, എൻ്റെ ആയി, അങ്ങനെ സ്വപ്നങ്ങളിലെ ചീട്ടുകൊട്ടാരം തകർന്നടിഞ്ഞു, അല്ലെങ്കിൽ കത്തി അമർന്നു. അതാണ് ടവർ പറയുന്നത്. ഇനി വന്നിരിക്കുന്നത് 7 വാണ്ടാണ്. അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങൾ അവർക്കൊരു വെല്ലുവിളിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഈ ക്രോണിസാണ് വന്നിരിക്കുന്നത്. ക്രോണിസ് പറയുന്നു, നിങ്ങളെ അവർക്ക് കാണുമ്പോഴേ പേടിയാണ്, നിങ്ങളൊരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. ആദ്യം തന്നെ അവർ മനസ്സിലാക്കിയില്ലേ, അതുകൊണ്ടല്ലേ അവർ ഇത്രയും നിങ്ങളെ ഒഴിവാക്കി തുടങ്ങിയത്. അങ്ങനെ നിങ്ങൾ വെല്ലുവിളിയാണെന്ന് 100% അവർക്ക് മനസ്സിലായതോടുകൂടി അവർ മാറിപ്പോയി എന്ന് മരണം എന്ന കാർഡ് പറഞ്ഞു. ഇനി വന്നിരിക്കുന്നു 2 വാണ്ട്, അല്ലേ? 2 വാണ്ട് എന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധം അലച്ചിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മാനസിക സമ്മർദ്ദം തരുമെന്ന് അവർ മനസ്സിലാക്കിയതോടുകൂടി മറ്റൊരു ഓപ്ഷനിലേക്ക് പോയി. അപ്പോൾ മജീഷ്യൻ പറഞ്ഞു ന്യൂ ലവ് എന്ന് മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്ന് 2 വാണ്ട് പറയുന്നു. അത് വിവാഹത്തിലേക്ക് എത്തും എന്ന് സണ്ണും പറഞ്ഞു. ഇവിടെ സണ്ണ് ഇവർക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. സിംഗിളാണെങ്കിൽ അതിനെ വിവാഹം കഴിക്കും. ഇനി കപ്പിളാണെങ്കിൽ നിങ്ങൾ നിയമപ്രകാരം വേർപിരിഞ്ഞ് മറ്റൊരു കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. ഇനി വിവാഹേതര ബന്ധമാണെങ്കിൽ യാതൊരു ഉടമ്പടി ഇല്ലല്ലോ, എപ്പോൾ വേണമെങ്കിൽ മാറിപ്പോവാം, അല്ലേ? അപ്പം അതിന് കാരണം ആരാണ്? നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചയാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. നിങ്ങൾ ഇങ്ങനെയാണ് പ്രണയിക്കുന്നത് എങ്കിൽ വൈകാതെ തന്നെ നിങ്ങളുടെ പങ്കാളികൾ നിങ്ങളെ വിട്ടു പോവും. അവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്താതിരിക്കുക, എപ്പോഴും ആരോപണങ്ങൾ കൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. മറ്റൊരാളുടെ സ്നേഹം കിട്ടുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണമെന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അതിൽ പാകപ്പിഴകൾ സംഭവിച്ചു, അതോടുകൂടി നിങ്ങളുടെ പങ്കാളി മറ്റൊരു ഓപ്ഷനെ തിരഞ്ഞെടുത്തു. ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നത്. ഇനി വന്നിരിക്കുന്നു ഹെർമിറ്റ്. ഹെർമിറ്റ് സർവവും നഷ്ടമായ വിരഹിയായ ഒരു ഏകാഗിയായ മനുഷ്യനെയാണ് കാണിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രണയം ഭ്രാന്തായ ആരുടെ കാര്യമാണ് ഇന്നിവിടെ റീഡിങ്ങായി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും പ്രണയിക്കാൻ തുടങ്ങിയ ഒരു പങ്കാളിയെ വെറുപ്പിച്ച് മറ്റൊരു പ്രണയത്തിലേക്ക് തള്ളിയിട്ട ഒരാൾ, അത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണ്.
അപ്പം നിങ്ങളുടെ കുഴപ്പങ്ങളെ അങ്ങ് മാറ്റി വയ്ക്കുക. ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ആ പങ്കാളി ഉണ്ടെങ്കിൽ, നഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്തൂ. അതാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തരേണ്ട മെസ്സേജുകളായിട്ട് മാറുകയാണ്. അപ്പം ഞാൻ എല്ലാ വിധത്തിലും നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റും ചെയ്തു. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് മാറ്റണമല്ലോ. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെമ്മറീസ്, ഓർമ്മകൾ മാത്രമായി. അതാണ് ഹെർമിറ്റ് പറഞ്ഞേട്ടോ. ഹെർമിറ്റാണോ നിങ്ങളിപ്പോൾ? വീട്ടുകാരുടെ അനുവാദമില്ലാത്ത കല്യാണം നടത്തിയ അർജുനനും സുഭദ്രയും വന്നു, രാമനും സീതയും വന്നു. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രണയമാണെങ്കിൽ അതൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ ഇതുവരെ ഞാൻ പറഞ്ഞത് അത്തരം ഒരു പ്രണയമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ അതിലേക്ക് പോവാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് കരരോഗം വന്നിട്ടുണ്ട്, മദ്യപാനം വന്നിട്ടുണ്ട്, മഞ്ഞപ്പിത്തം, മൂത്രാശയ രോഗങ്ങൾ, അനീമിക്കാണെന്ന് പറയുന്നുണ്ട്, കുടൽ രോഗങ്ങൾ, ദഹനക്കേട്, വയറുവേദന പറയുന്നുണ്ട്, ബോഡി പെയിൻ, പനി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു മരണവാർത്ത കേൾക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ജോലി പറയുന്നത് ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ, കാത്തിരിക്കുന്നവർക്ക് കഷ്ടപ്പാടാണ്, എമിഗ്രേഷൻ കാത്തിരിപ്പാണ് പറയുന്നത് കേട്ടോ. എഴുത്തുകാരെ, പത്രമാധ്യമങ്ങൾ, മജീഷ്യൻ ഒക്കെ വന്നിട്ടുണ്ട്, സർക്കാർ ജോലികൾ വന്നിട്ടുണ്ട്, ബാങ്ക് വന്നിട്ടുണ്ട്, ഗോൾഡ് സ്മിത്ത് വന്നിട്ടുണ്ട്, ബിസിനസ്സുകളെല്ലാം വന്നിട്ടുണ്ട്, വാണിജ്യം. അപ്പം ഇനി പൊതുവായ കാര്യങ്ങൾ, വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. ചില ആളുകൾക്ക് അകൽച്ചയാണ് പറയുന്നത്. പങ്കാളിയിൽ നിന്ന് നെഗറ്റീവ് അനുഭവങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതാണല്ലോ ഹെർമിറ്റ് പറയുന്നത്. തള്ളിപ്പറഞ്ഞു അവസാനം, അതുവരെ നിങ്ങൾ പുറകെ പോയില്ലേ, അവസാനം വേണ്ടാന്നങ്ങ് തള്ളിപ്പറഞ്ഞു. അതാണ് ഹെർമിറ്റ് പറയുന്നത് കേട്ടോ. അതുപോലുള്ള വാക്കുകൾ പങ്കാളിയിൽ നിന്ന് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ മജിഷ്യൻ വന്നതുകൊണ്ട് പങ്കാളിയിൽ നിന്ന് നല്ല നല്ല സന്ദേശങ്ങൾ വരുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പൊതുവായ സന്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്ത്യക്ക് വെളിയിലിരിക്കുന്നവരാണെങ്കിൽ നമ്പർ കണ്ടാലൊന്നും ഇപ്പോൾ മനസ്സിലാവില്ല. കള്ളം പറയാതെ വന്ന് റീഡിങ് എടുക്കുക. കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ. അവിടെ നിങ്ങൾ കള്ളത്തരം കാണിച്ച സന്ദേശങ്ങളും കള്ളത്തരമായിട്ടാവും വരിക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. റിലീജിയൻ ഫാക്റ്റ് വന്നിട്ടുണ്ട്. ചില ആളുകൾ 2 ജാതിയോ 2 മതമാണ്. വെരി സൂൺ, അടുത്ത ദിവസങ്ങളിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. യു ഡിസേർവ് ലവ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അർഹത ഉണ്ട്, എന്നാൽ സെപ്പറേഷനാണ് വന്നിരിക്കുന്നത്. അർഹത ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചു കിട്ടാത്ത പ്രണയമായി മാറി. അങ്ങനെ മാറ്റിയത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. ലവ് യുവർ സെൽഫ്, നിങ്ങളെ സെൽഫ് ലവ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് മാലാഖ തന്നിട്ടുള്ള സന്ദേശങ്ങൾ. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. പല ആളുകളും പ്രൈവറ്റ് റീഡിങ്ങിന് വരുമ്പോൾ തന്നെ നമുക്കറിയാം, അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചോദ്യം ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് ഞാൻ വായിക്കും. എന്നാലും അതൊന്നുമല്ല ഞാൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവിടെ കിട്ടുന്ന സന്ദേശങ്ങളാണ് പറഞ്ഞു കൊടുക്കുക. എങ്കിലും അവരെത്രത്തോളമാണ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടി ഒരു ഇവിടുത്തെ പ്രത്യേകതയാണ്. അപ്പോൾ ഇനി അടുത്ത മെസ്സേജ് നോക്കാം. എന്ന് വിചാരിച്ച് ഞാൻ അവരോട് കള്ളത്തരമൊന്നും പറയില്ല. ഇവിടെ കിട്ടിയ മെസ്സേജ് തന്നെ പറയൂ, അവരെ മനസ്സിലാക്കുന്നു മാത്രം. ഡിറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞു കേട്ടോ. ഐ ആം സോറി എന്ന് പറയുന്നുണ്ട്. മാരേജ് കഴിക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട്. അതാണ് സണ്ണ് പറഞ്ഞ ലിയോ. റീകൺസിലേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതൊക്കെ പൊതുവായ കാര്യങ്ങളാണ് കേട്ടോ. മെമ്മറീസ്, ഓർമ്മകൾ. അപ്പോൾ എം എന്ന അക്ഷരം റിപ്പീറ്റായി വന്നു അല്ലേ. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും അല്ലേ. നമ്മൾ വളരെ നല്ല ആൾക്കാരാണ്, നമ്മളുടെ കയ്യിൽ ഒരു കുറവുമില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തുന്നത്. എന്നാൽ മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് നമ്മളുടെ കുറവുകൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി തരുന്നത്. അതാണ് ഇവിടെ കണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ മുന്നിൽ സ്നേഹമാണ് എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് ഭ്രാന്തായി മാറിയതും അതവരെ
വിഴുങ്ങാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രണയമാണെങ്കിൽ ഒന്ന് കുറയ്ക്കൂ എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പങ്കാളി മാറിപ്പോവും, മറ്റൊരു ഓപ്ഷനിലേക്ക് പോവും. ഇത്രയും ലളിതമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്വഭാവത്തിൽ ഏതാണ്? സാധാരണ പോലുള്ള പ്രണയമാണോ അതോ അസാധാരണമായ പ്രണയമാണോ? ഇതാണ് ഇവിടെ ചോദ്യം. ഇവിടെ കണ്ടത് അസാധാരണമായ പ്രണയത്തിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കിട്ടില്ല എന്ന നെഗറ്റീവ് മെസ്സേജാണ് എനിക്കിന്ന് തരാനുള്ളത്. അപ്പോൾ അവനവനെ അവനവൻ വിലയിരുത്തുക, അതാണെന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക കേട്ടോ. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മറ്റൊന്നിലേക്ക് പോയി എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവരുടെയും കാര്യമല്ല, ഇങ്ങനെ പ്രണയിക്കുന്നവരുടെ കാര്യമാണ്. അപ്പം നിങ്ങളുടെ പ്രണയം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.